ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടോ എന്നു പേരുള്ള ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കൊലപാതക കുറ്റമായിരുന്നു ആരോപിച്ചിരുന്നത്. തടവറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ബ്രിട്ടോ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമായിരുന്നു അത്. സാഹചര്യ തെളിവുകൾ എതിരായിരുന്നതുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യം കേട്ടപ്പോൾ ബ്രിട്ടോ വിങ്ങി പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മരിക്കുന്നതിൽ എനിക്ക് ദുഃഖമില്ല, പക്ഷെ ഒരു കാര്യം എന്നെ തകർക്കുന്നു. ഞാനൊരു കൊലപാതകിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ വീട്ടുകാർ എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ അമ്മ പോലും എന്നെ തള്ളിക്കളഞ്ഞു. എന്നെ കാണാൻ അവരാരും ജയിലിൽ വന്നില്ല. ഓരോ ദിവസവും പ്രഭാതത്തിൽ ആരെങ്കിലും കാണാൻ വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന തിരസ്കരണത്തിൻ്റെതാണ്. ആർക്കു വേണ്ടി ജീവിച്ചുവോ അവരാൽ തന്നെ പിന്തള്ളപ്പെടുന്നതിൻ്റെ നൊമ്പരം പേറുന്ന മാതാപിതാക്കളും നേതാക്കന്മാരുമൊക്കെ നമുക്കിടയിൽ വിരളമല്ല. ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെടുന്ന ഭാര്യയും ഭാര്യയാൽ തിരസ്കരിക്കപ്പെടുന്ന ഭർത്താവും സ്വന്തം മാതാപിതാക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന മക്കളും നമ്മുടെ സമൂഹത്തിൽ നിരവധിയാണ്. തിരസ്കരണം ഒരു ശക്തമായ വേദനിക്കുന്ന അനുഭവമാണ്. മറ്റൊരു വ്യക്തി നമ്മളെ തിരസ്കരിക്കുമ്പോൾ അത് നമ്മുടെ സ്വാഭിമാനത്തെയും ആത്മബോധത്തെയും ബാധിക്കുന്ന ഒരു വികാരമായി തീരാം. തിരസ്കരണം അനുഭവപ്പെടുമ്പോൾ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, ഞാൻ എന്തുകൊണ്ട് പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടില്ല എന്നിങ്ങനെ ചിന്തകൾ ഉയരും. ചിലപ്പോൾ ഒരു വിഷാദാവസ്ഥയും ഉണ്ടാകാം. ദേഷ്യം, നിരാശ, ഒറ്റപ്പെടൽ എന്നിവ അനുഭവപ്പെടാം. ചിലർ ഇതിനെ മറികടക്കാൻ ശ്രമിക്കും. ചിലർ പ്രാപഞ്ചികതയെ വിശ്വസിച്ച് ജീവിക്കും. തിരസ്കരണം മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്നതാകാം, നമുക്ക് അനുഭവപ്പെടുന്നതുമാകാം. തിരസ്കരണത്തിൻ്റെ പല വിധത്തിലുള്ള നൊമ്പരം പേറുന്നവർ സാധാരണയായി 3 തരത്തിലാണ് ഈ അനുഭവത്തോട് പ്രതികരിക്കാറുള്ളത്. ഒന്നാമത്തെ വിഭാഗം നഷ്ടപ്പെട്ട പരിഗണനയും അംഗീകാരവും തിരിച്ചു കിട്ടാനായി ഗുസ്തി പിടിക്കും. മത്സരബുദ്ധി, വാദപ്രതിവാദം, സ്വാർത്ഥ ചിന്തകൾ ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ വ്യക്തിത്വത്തിൽ അല്പം കൂടുതലായിരിക്കും. രണ്ടാമത്തെ വിഭാഗം തിരസ്കരണത്തിൻ്റെ വേദനയിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്. താൻ ഇനി അംഗീകരിക്കപ്പെടുവാനോ സ്വീകരിക്കപ്പെടാനോ സാധ്യതയില്ല എന്ന ഭീതി മൂലം നിരാശയിലും സങ്കടത്തിലും നിഷ്ക്രിയത്തിലും ഇങ്ങനെയുള്ളവർ കാലം കഴിക്കും. മൂന്നാമത്തെ വിഭാഗം തിരസ്കരണത്തിൻ്റെ ഫലമായി കഠിനമായ വെറുപ്പും വാശിയും വൈരാഗ്യവും മാറും. ഇവർക്ക് സ്വയം അംഗീകരിക്കാനോ മറ്റുള്ളവരെ അംഗീകരിക്കാനോ കഴിയില്ല.
ഇവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും മറ്റുള്ളവരെ തിരസ്കരിക്കും. ഒരു വിഷമം തോന്നിയാൽ പിന്നെ ആ ആളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന പ്രവണത ഇത്തരക്കാരുടെ സവിശേഷതയാണ്. എന്നാൽ ഈ 3 മാർഗങ്ങളും അല്ല യഥാർത്ഥ രക്ഷാമാർഗം. എല്ലാ അവഗണനകളെയും വേദനകളെയും വിട്ടുകളഞ്ഞ് ലെറ്റ് ഗോ എന്ന് പറയും. ലെറ്റ് ഗോ, വിട്ടുകളഞ്ഞ് ജീവിക്കുക എന്നതാണ് തിരസ്കരണത്തെ അതിജീവിക്കുവാനുള്ള ഏക വഴി. സ്വന്തം കഴിവുകളെ കണ്ടെത്തുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ് അതിജീവിക്കുവാനുള്ള മാർഗം. തിരസ്കരണം നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല, നമ്മളെ കൂടുതൽ ശക്തരാക്കാനും തിരിച്ചറിവിലേക്ക് നയിക്കാനും വേണ്ടിയാകാം.